ഞാൻ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയായിരുന്നു. 3 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും എന്നാണ്. അതിന് എത്ര പേരാ ലൈക്ക് ചെയ്തേക്കുന്നറിയാമോ? 44,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 808 പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്കിൽ ഭൂരിപക്ഷവും ഈ സൈബർ പോരാളികളായ പെയ്ഡ് PR പ്രൊമോഷൻ്റെ ആളുകളാണ്. അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആളുകളിൽ എത്ര നേതാക്കളുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ദീപദാസ് മുൻഷിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഒരു അതിജീവിത ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയാവുന്നതിലും ഏറ്റവും ഹൃദയം തകർന്നു പോകുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചൊരു അതിജീവിത മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് പരാതി പറയാൻ പോയപ്പോൾ പറയുകയാണ്, ആദ്യം പോലീസിലല്ലേ പോയി പരാതി പറയേണ്ടതെന്ന്. ഇത്ര ഇൻസെൻസിറ്റീവാണോ കോൺഗ്രസിൻ്റെ നേതൃത്വം? ഇത്ര ഇൻസെൻസിറ്റീവാണോ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ? എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അതാണ്. ദീപദാസ് മുൻഷി പോലൊരു നേതാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു, ചുരുങ്ങിയ പക്ഷം ഇന്നത്തെ ദിവസമെങ്കിലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന നിമിഷം ഈ പെൺകുട്ടി ഇപ്പോൾ റൂറൽ SP മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ തെളിവുകളടക്കം. ഇതേ ഫ്ലോറിലിരുന്ന് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് രാഹുലിൻ്റെ ശബ്ദമാണ്. പക്ഷെ ഞങ്ങളുടെ ഉറപ്പ് മാത്രമല്ല, രാഹുൽ അത് ഒന്നുകിൽ തള്ളണം അല്ലെങ്കിൽ കൊള്ളണം.